സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, അപ്പം, പുട്ട് ഇതൊക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്ന് ഒരു പുതിയ വിഭവം ഉണ്ടാക്കാം, എഗ്ഗ് പൊറാട്ട. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് മൈദയിലും ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2.5 കപ്പ് ഗോതമ്പ് പൊടി, 3 മുട്ട, കുറച്ച് മല്ലിയിലയ്ക്ക് അങ്ങനെ അളവൊന്നുമില്ല, ഒരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. ഇനി നമുക്കിതൊന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും എടുക്കാം. ഇനി വെള്ളം ഒഴിച്ച് സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കാം. ഇപ്പം നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം എണ്ണ കൊടുത്ത് കൊടുക്കാം. നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പം ഇത് 10 മിനിറ്റ് മാറ്റി വെച്ചിരുന്നാണ്. ഇനി നമുക്കിത് ചെറിയ ബോളാക്കി എടുക്കാം. തീരെ ചെറുതാക്കണ്ട, അല്പം കനത്തിലും ഇച്ചിരി വലുപ്പത്തിലും വേണം ഇത് ഒന്ന് പരത്തിയെടുക്കാൻ. ഇതുപോലെയുള്ള ബോൾസ് ആക്കി മാറ്റി വെക്കാം. കുറച്ച് പൊടി ചേർത്ത് ഇതിലേക്ക് അല്പം എണ്ണ തൂത്ത് കൊടുക്കാം. അല്പം പൊടിയും കൂടെ വിതറി കൊടുക്കാം. ഇനി ഇത് പകുതിക്ക് താഴോട്ട് ഇങ്ങനെ മുറിക്കണം. അതുപോലെ ഇവിടെയും പകുതിക്ക് മുകളിലോട്ട് ഇതുപോലെ. ഇങ്ങനെ മുറിച്ചിട്ട് ഈ ഭാഗം ഇങ്ങോട്ട് ഒട്ടിക്കണം. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും. ഇത് വീണ്ടും ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കണം. അതുപോലെ ഇതും ഇങ്ങനെ തന്നെ. എന്നിട്ട് ഈ ഭാഗവും കൂടെ ഇങ്ങനെ ഇങ്ങോട്ട്. ഇനി ഈ 2 ഭാഗവും ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇനി ഇത് വീണ്ടും ചപ്പാത്തിയുടെ രൂപത്തിൽ പരത്തിയെടുക്കണം. പൊടിയിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇതുപോലത്തെ ഒത്തിരി അങ്ങോട്ട് കനം കുറച്ച് തീരെ ഇതാക്കണ്ട, എന്നാലും അല്പം കനം കുറഞ്ഞിരിക്കണം. ഇതുപോലെ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരല്പം വലിയ പാത്രത്തിലേക്ക് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ടയൊന്ന് അടിച്ചെടുക്കാം. അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. മല്ലിയിലയും ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഒരു തവ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യമേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ വെജിറ്റബിൾ ഓയിലാണേ അത്, വെളിച്ചെണ്ണയാണേ അത്, നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കണം. ഇത് തീരെ അല്പം എണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. എല്ലാ സ്ഥലത്തും ഒന്ന് ഇങ്ങനെ ശരിയാക്കി ശരിക്കും ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാവുള്ളൂ, ഒത്തിരി അങ്ങ് ചൂടായി പോകരുത്. ഇനി നമ്മളിവിടെ പരത്തി വെച്ചിരിക്കുന്ന ഓരോ ചപ്പാത്തി എടുത്ത് ഇതുപോലെ രണ്ട് വശവും ഇതുപോലെ മുക്കിയെടുക്കണം. എടുത്തിട്ട് ഈ കല്ലിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഈ ചപ്പാത്തിക്ക് അല്പം കനമുള്ളത് കൊണ്ട് ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുത്ത് എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഇതുപോലെ ചപ്പാത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് തീ കുറച്ചിട്ട് കൊടുക്കണം. ഇത് ആകെ ഒക്കെ ഒന്ന് വെന്ത് വരേണ്ടതാണ്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് മുട്ടയായതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് കേട്ടോ. അതിന് ഇടയ്ക്കിടയ്ക്ക് എല്ലാം തിരിച്ചും മറിച്ചും വിട്ടത് വേവിച്ചെടുക്കണം. ഇതുകൊണ്ട് ഇതുപോലെ ഇത് പൊങ്ങി വരും. ഇനി ഇത് വീണ്ടും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ചപ്പാത്തി നമ്മളുണ്ടെങ്കിൽ ഒരു 2-3 പ്രാവശ്യത്തിൽ കൂടി തിരിച്ചിടിയല്ല. ഇതങ്ങനെ പോരാ, ചെറുതീയുമാണ്. അകത്ത് ലെയറുകളായതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് ഇടയ്ക്കിടയ്ക്കുള്ള 5-6 പ്രാവശ്യമെങ്കിലും ഇത് തിരിച്ച് മറിച്ചു വിട്ട് വേവിച്ചെടുക്കണം. ബ്രേക്ക്ഫാസ്റ്റിനുള്ള വെറൈറ്റി വിഭവമായ എഗ് പറാത്ത റെഡിയായി. നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ബാക്കി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഓരോ പ്രാവശ്യം നമ്മൾ അടുത്തത് ഇടുമ്പോഴത്തേക്ക് ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത് ഇത്രയും ലെയർ ഉള്ളതുകൊണ്ടും കട്ടിയുള്ളതുകൊണ്ടാണ് എണ്ണ ഒഴിച്ച് നന്നായിട്ട് മുരിഞ്ഞു കിട്ടണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വെറൈറ്റിയായ ഈ എഗ് പറാത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.